മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. മാസപ്പടി കേസിൽ CMRLന് സർക്കാർ ഇളവ് അനുവദിച്ച 3 നിർണായക രേഖകൾ ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLA വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് കോടതി ഇന്ന് വിധി പറയുന്നത്. CMRന് ഭൂപരിധി ലംഘിച്ച ഇളവനുവദിക്കുമെന്ന അപേക്ഷയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകളാണ് ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLAയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദം കേൾക്കവേ ഹാജരാക്കിയത്. ഇതിനിടയിൽ CMRL കമ്പനിക്ക് സർക്കാർ പ്രത്യേകം സഹായം നൽകിയെന്ന തെളിയിക്കുന്ന രേഖകളും പരാതിക്കാരനായ മാത്യു കുഴൽനാടൻ ഹാജരാക്കിയില്ലെന്ന വിജിലൻസ് വിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. CMRL ഇടപെടൽ അഴിമതി നിരോധന പരിധിയിൽ വരുന്ന ആരോപണമല്ലെന്നും വിജിലൻസ് അഭിഭാഷകൻ വാദിച്ചു. ഭൂപരിഷ്കരണ നിയമം ലഘൂകരിച്ച് ഭൂമി പതിച്ചു നൽകണമെന്ന CMRLന്റെ അപേക്ഷ സർക്കാർ നിരസിച്ചതാണെന്നും വിജിലൻസ് കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം അപേക്ഷ പൂർണ്ണമായും നിരസിച്ചില്ലെന്നും പുതിയ പ്രോജക്റ്റ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് താൽക്കാലികമായി തള്ളുകയാണെന്നും കുഴൽനാടൻ്റെ അഭിഭാഷകൻ മറുവാദം നിരത്തിയത്. ഇരുവിഭാഗത്തിൻ്റെയും വാദം പൂർത്തിയായതോടെയാണ് ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള KMMRLും കരിമണൽ കമ്പനിയായ CMRLും തമ്മിലുള്ള ബന്ധം, CMRLും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക്കുമായുള്ള ബന്ധം, കരാറിലൂടെ ഇരു കമ്പനികൾക്കുമുണ്ടായ നേട്ടം, CMRL കമ്പനിയുടെ ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാർ നൽകിയ സഹായം തുടങ്ങിയ കാര്യങ്ങളും പരിശോധിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വരുന്ന വിധി സർക്കാരിനും ഇടതുമുന്നണിക്കും നിർണായകമാണ്. ജനം, തിരുവനന്തപുരം.